ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു സാധനം പറഞ്ഞ് ഫലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചിലപ്പം കൊളോക്കിയൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് അവർക്ക് മനസ്സിലായില്ല എന്ന് വരും. അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തിട്ട് സംസാര ഭാഷയിലേക്കാക്കി. എന്നാൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമല്ലോ. ആ ഡിഫറൻസ് ഫീൽ ചെയ്ത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറയുന്ന ഹ്യൂമറൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഷയെല്ലാം ഒരു അല്പം പഴയ കാലത്തേക്ക് വെച്ച് അതൊരു സംസാര ഭാഷയാക്കി മാറ്റി. അങ്ങനെ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എഞ്ചിനീയർ വറീദ് മാപ്പിള എന്നാണ്. വറീദ് മാപ്പിളയ്ക്ക് ഒരു കാരണവശാലും സർബത്ത് ഷമീർ പറയുന്ന പോലെ ആ ഭാഷാ പ്രയോഗം തന്നെ പറ്റില്ല. അപ്പം അത് ഇദ്ദേഹം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇദ്ദേഹം പറയുന്ന ഹ്യൂമറുകൾ നമ്മൾ പലതവണ പറഞ്ഞു നോക്കി. അത് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവുകയും വേണം. അപ്പം അങ്ങനെ ഒരു ചിത്രീകരണ സമയത്ത് അങ്ങനെ ഭാഷാപരമായ ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. അതാ ഭാഷകളുടെ വ്യത്യാസമാണ്. ഈ വിജയബാബു കഴിഞ്ഞ ദിവസം എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഐശ്വര്യ ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്. കുറെ കാര്യങ്ങൾ എഴുതിയാണ്, പക്ഷെ ഒരു കാരണവശാലും മിഥുനൊരു സമ്മതിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന രീതിയിലേക്കുള്ള സംസാരത്തിൽ വരും. അതെങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജയേട്ടൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ജയേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6 or 7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പം അത് ജയേട്ടൻ ആട് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇന്നിപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ അത് പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പം നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോവുക. അങ്ങനെ ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ മുണ്ടിലും ചുബയിലും പറ്റാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അത് ജയേട്ടൻ്റെയും സരിത ജയസൂര്യ ചേച്ചിയുടെയും ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ചെറിയ ട്വീക്കിങ്ങുകൾ മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം ഇവർ ഗ്യാങ്ങിലുള്ളവരുടെ കഥാപാത്രങ്ങളിൽ ഓരോരുത്തർക്ക് ഓരോ ഗ്രാഫ് ഉണ്ട്. അപ്പം ചിലർക്ക് ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഇപ്പോൾ ആട് 1-ലുള്ളവരുടെ കഥാപാത്രങ്ങൾ ആട് 2-ലേക്ക് വന്നപ്പോൾ ഇച്ചിരി ഗ്രാഫ് കൂടി. അപ്പോൾ അബുവിന്റെ കഥാപാത്രമായാലും എല്ലാം അങ്ങനെ. ഇപ്പൊ ആട് 3-ലേക്ക് വരുമ്പോൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ ഓരോ കഥാപാത്രങ്ങൾ? ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണോ കുറയാണോ? എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഇത്തവണ ട്രെയിലറിൽ പ്രാതിനിധ്യം കണ്ടതുപോലെ സാത്താൻ സേവറിന്റെ ഏരിയ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ നിർണായകമായ ഒരു ഏരിയയിൽ പുള്ളിൻ്റെ സീനുകളുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് 2 കാലത്തിലും. പിന്നെ സ്വാഭാവികമായും പടത്തിന് ആട് 2-നേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പം തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനൊക്കെ കുറച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവുമെല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ അവരുടെ ബേസിക് ക്യാരക്ടർ അതാണ്. അത് മാറുക എന്നുള്ളത്, അത് മാറുന്നിടത്ത് ആട് ഫ്രാഞ്ചൈസ് അവസാനിക്കുകയാണ്. ഷാജി പാപ്പൻ എന്ന് രക്ഷപ്പെടുന്നോ അന്ന് ആട് അവസാനിക്കും. അപ്പോൾ അവർ രക്ഷയില്ലാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രക്ഷപ്പെടുത്തില്ല. അതുപോലെ ഒരു സമയത്ത് ഒരു വാർത്ത കിട്ടും, ആട് 3D-യിലാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചർച്ച വന്നിരുന്നോ, അതോ അത് മാറ്റിയതാണോ? കറക്റ്റ് ആട് 3D ചോദിക്കലും സൈജുവേട്ടനോടെ വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ആട് 3D-യിൽ ചെയ്യാന്നുള്ള പ്ലാൻ വെച്ചത്. ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഇത്രയും വലുതായി മാറിയതിനു ശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു സമയം അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്, ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ എപ്പിക് ഫാൻറ്റസിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, 3D കൺവേർഷന് വേണ്ടി മൊത്തം അതിനി തൽക്കാലം വേണ്ടാതെ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇനീഷ്യലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് സിനിമ ഇത്ര വലുതല്ലായിരുന്നു. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മളൊരു ബേസിക് സ്ട്രക്ചർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷൂട്ടും എല്ലാം
എല്ലാം നീണ്ടുപോയപ്പോൾ 3D എന്നുള്ള പ്ലാൻ സ്വാഭാവികമായും നടക്കാതെ വന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. തുടക്കത്തിൽ ഇത്രയും വർഷം എടുത്തല്ലോ, അപ്പൊ ആദ്യമായിട്ട് നടന്മാരെ തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഞങ്ങളൊരു കുടുംബമാണ്. ഞങ്ങൾ ആട് എന്ന് പറയുന്ന കുടുംബമാണ്. അവരുടെ തിരക്കുകളൊക്കെ ആടിന് വേണ്ടി മാറ്റിവെച്ച് വരും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ തന്നെ ഓരോ ആക്ടറും ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇത് അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, അവർക്കും കൂടെ വേണ്ട ക്യാരക്ടറാണെന്നുള്ളത്. പിന്നെ വളരെ മുമ്പ് തന്നെ പ്ലാനിങ് 2024 ഫെബ്രുവരിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ്. ഏകദേശം 8 മാസം മുമ്പ് തന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്നു. ആ ഇരിക്കുന്ന സൈജു കുറുപ്പ് ഏകദേശം 4 പടം, ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ 4 പടം മാറ്റി വെച്ചിട്ടാണ് അരപ്പടത്തിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് ഈ പടത്തിന് വന്നിരിക്കുന്നത്. മെന്റൽ ബോണ്ടാണ്, ഞങ്ങളെല്ലാം തമ്മിലൊരു മെന്റൽ ബോണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ മലയാള സിനിമയാണ് ഫോളോ ചെയ്യുന്നത്. വാക്ക് കൊടുത്തു, വാക്കിന് പിന്നെ മാറ്റമില്ല. പേപ്പറുകളൊക്കെ എന്താണ്, പേപ്പർ കൊണ്ടൊന്നും നമ്മൾ ഈ കുടുംബത്തിലെ ഒരു അംഗവുമായിട്ടൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അസോസിയേഷനിൽ പോവുക അങ്ങനെയൊന്നും വിചാരിക്കുന്ന രീതിയല്ല. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, ആർട്ട് ഫ്രാഞ്ചൈസിലെ ഓരോ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരും ആ ക്യാരക്ടേഴ്സിനെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ തന്നെ പല സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സൈജു ഞാനുമായിട്ട് പോയിട്ടുണ്ട്. എന്നെ ഷമീർ സാറേ എന്നും സൈജുവിനെ അബു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പോൾ ചോദിക്കും ജാടയാണോ, അപ്പോഴാണ് പോകും നമ്മളെയാണല്ലോ വിളിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം എന്നോട് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോകുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ശശിയാചാര്യനെ വിളിക്കുന്നതെന്ന്. അപ്പം അതാണ് അതിൻ്റെ, അപ്പം അത്രയും മാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ ആക്ടേഴ്സും വരുന്നത്. എനിക്ക് ജയസൂര്യ തൊട്ടിട്ട് വേറെ ഒരു സിനിമയും ജയസൂര്യ സിനിമയുടെ സമയത്ത് ചെയ്തിട്ടില്ല. 6 മാസം എന്ന് പറയുന്നത് 10 മാസത്തോളം ഷൂട്ട് പോയി, 10 മാസത്തോളം. അതിനുശേഷം ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഹോഴ്സ് റൈഡിങ് പഠിക്കാനായിട്ട് കുറേ സമയം അവരെടുത്തു. അതിൻ്റെ പഴയ കാലത്തെ ഇപ്പം മേക്കപ്പിനും കോസ്റ്റ്യൂമിനും തന്നെ ഓരോ ദിവസവും 1-2 മണിക്കൂറൊക്കെ ഓരോ ക്യാരക്ടേഴ്സിന് എടുക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് സമയം. പിന്നെ ഇവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമൊന്നും അത്ര ഹെവി ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. ഞാനിടയ്ക്ക് ചോദിച്ചു, ഈ രാജാക്കന്മാരൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു, രാവിലെ എണ്ണീറ്റ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയാണോ ഇറങ്ങി നടക്കാറ്? ഈ സാധനം വെച്ചിട്ടാണോ ഇവരൊക്കെ യുദ്ധത്തിന് പോകുന്നത്? ബിക്കോസ് ആ തലയിലിരിക്കുന്ന ഹെൽമെറ്റിന് ഏകദേശം 3 കിലോയോളം ഭാരമുണ്ട്. അപ്പോൾ അത് സ്റ്റെഫി എന്ന് പറയുന്ന ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ 6 മാസമോ 5 മാസമോ കണ്ടാണ് അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് മാത്രം നടന്നിട്ടുള്ളത്. സ്റ്റെഫി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ മൊത്തം, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സിനിമകളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ വലിയ പറഞ്ഞാൽ പീരിയോഡിക് സിനിമ ചെയ്തിട്ടുള്ള മറ്റുള്ള കോസ്റ്റ്യൂം ഡിസൈനേഴ്സുമായിട്ടും കൂടെ കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ടാണ് നമ്മളത് അവരുടെ നിന്നും കൂടെ ഒക്കെ ഓരോ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ടാണ് സിനിമ. 10 മാസത്തോളം എൻ്റെ ഷൂട്ട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ആ ആക്ടേഴ്സ് ഈ സിനിമയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. സോ ബോണ്ടും കാര്യങ്ങളൊന്നുമില്ല, വാക്കാണ്. ഇവരില്ലാതെ എന്ത് സിനിമ, അതൊക്കെ അവർക്കും അറിയാം. നേരത്തെ ഇതിൻ്റെ കഥ അല്ലേ ഉണ്ടാവുന്നു, ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവുന്നൊക്കെയുള്ള അറിയാം. പിന്നെ ഈ ബാപ്പനൊക്കെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഇതും ചുമ്മാ ഒരു നമ്പർ അടിച്ചതാ. ഇപ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല, ഷൂട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അത് ചെയ്യണോ? അത് സ്ക്രിപ്റ്റ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഒരു 2 സിനിമയിൽ നമ്മൾ ആട് ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷൂട്ട് ചെയ്യാം എന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രിലൂഡ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഈ പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്നൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ നമ്മളത് തുടങ്ങുന്നതാണ്, എത്രയും വേഗം തുടങ്ങുന്നതാണ്. ഇത്രയും വലിയ
വലിയൊരു, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യമൊക്കെ വന്നില്ല, നെഗോസിയേഷന്റെ കാര്യമൊക്കെ എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തേക്കാന്നൊക്കെ കരുതിയാണ് നിർമ്മാതാവ് വരുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാനെല്ലാം തകിടം പറിച്ചത്. കാരണം ബഹുഭൂരിപക്ഷ ശമ്പളവും നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ ആവശ്യമായി വന്നു. അപ്പോൾ ആ വലിപ്പം നമ്മൾ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ചലഞ്ചിങ് ആവും നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിജയചേട്ടൻ വേണുചേട്ടനെ കൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു വലിയ സംരംഭമാണ് ആട് 3. അപ്പോൾ അത് 2 പാർട്ട് സിനിമയായിട്ട് കൺസീവ് ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സിക്യൂഷൻ കഴിഞ്ഞ് ഒരു പ്രിലൂഡും ചെയ്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് തീർത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സ്വീകരണത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നതാണ്. ഇനി ഞാൻ പറയുന്നു റെഡിയാണ്. ചുമ്മാ ഹൈദരാലി ഉണ്ടെന്നുള്ള വരവറിയിച്ചതല്ലേ, എല്ലാം റെഡിയാണ്. മെയിൻ കഥാപാത്രങ്ങളെല്ലാം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടമല്ലോ, ഒരാൾ വേറൊരു നമ്മുടെ ഹോളിവുഡിൽ നിന്നും ഒരു ആക്ട്രസ് വരുന്നുണ്ട്, അലിയ ബോൺ എന്നാണ് അവരുടെ പേര്. ഓൾറെഡി നിങ്ങൾ ട്രെയിലർ കണ്ടാണ്. അതാണ് മെയിൻ കഥാപാത്രം. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നും പോയി ആട് 2-ലും 1-ലും ഉള്ള പോലെ തന്നെ വന്നും പോയി നിൽക്കും. അത് തീർക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എന്തും ചോദിച്ചോ, എന്താ എന്താ? ഇല്ല ഇല്ല ഇല്ല. മൾട്ടിപ്പിൾ ജോണറിൽ സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയും. കഴിഞ്ഞ 2 സിനിമ നോക്കിക്കഴിഞ്ഞാൽ നല്ല സിനിമകളാണ്. അപ്പോൾ അത് തന്നെ അത് ഡയറക്ടർ കുറെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ആട് 3ലേക്ക് വന്നത്. അത് സേഫ് മോഡിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ 2 സിനിമകൾ ഡയറക്ടർ തന്ന ആ ഒരു എക്സ്പീരിയൻസ് ഈ പടത്തിൽ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളൊക്കെ അത് ഡയറക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആടിന് ശേഷം 2 ത്രില്ലേഴ്സ് വന്നു. 5-ാം പാതിര വന്നു, അബ്രഹാം ഓസ്ലർ ചെയ്തു. അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു സീരീസും പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആടിൻ്റെ ഷൂട്ടിലേക്ക് കടന്നത്. അപ്പോൾ ത്രില്ലർ അതിനിടയിൽ ഗരുഡൻ എഴുതി, ഫീനിക്സ് ചെയ്തു. അപ്പോൾ ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ ലൈക്ക്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ജോണറുകളിൽ ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ പ്രിയപ്പെട്ട ജോണർ എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കോമഡി സേഫ് സോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി കോമഡിയാണ് പാട് ബുദ്ധിമുട്ട്. കാരണം ത്രില്ലർ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ത്രില്ലൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റിയേക്കും. പക്ഷേ ഹ്യൂമറിന് നമ്മൾ ഒരു ഹ്യൂമർ സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ പോയി. ഇപ്പോൾ ലോക സിനിമയിൽ ആക്ച്വലി എല്ലാവരും പറയുന്നത് എടുത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോണറാണ് കോമഡി. അതെന്തുകൊണ്ടോ ആദ്യം തന്നെ ഓം ശാന്തി ഓശാനിയിൽ തുടങ്ങിയപ്പോൾ അതെ പല ഏജ് ഗ്രൂപ്പിലും പല ഹ്യൂമർ, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഹ്യൂമറിന്. അപ്പോൾ അതെന്തുകൊണ്ടോ ഓം ശാന്തി ഓശാനിയിൽ അത് ക്ലിക്കായപ്പോൾ അതിൻ്റെ ഒരു നാക്ക് പിടിച്ച് നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തതാണ്. അത് ആടിലും വർക്കൗട്ടായി. പിന്നെ പ്രിയപ്പെട്ട ജോണർ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ത്രില്ലേഴ്സ് ചെയ്തു. നമ്മൾ ഓൾറെഡി ആട് 3, ആട് 2ൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തതാണ്. തിരിച്ചു വീണ്ടും നമ്മൾ ഹ്യൂമറിലേക്ക് വരുന്നു. ഇത്തവണ നമ്മൾ പുതിയൊരു ആടുമായിട്ട് വരിക. 8 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ആടുമായിട്ട് വരും. നമുക്ക് ആട് കാണാൻ ഐറ്റം ഡാൻസിന് ആവശ്യമൊന്നുമില്ല, ആടെല്ലാം പോയി കണ്ടോളൂ. ഇല്ല, ഇതാരാണ് ഈ ഐറ്റം ഡാൻസ്? ശരി, എന്നോട് അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എന്റർടൈൻമെന്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോളനുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എന്റർടൈൻമെന്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം ഒരിക്കലും നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യൂസ് സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിന്റെ പാരാമീറ്റേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ ആട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണൂർ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കളെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലയോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് ആ പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് ഒന്നും ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആള് വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖില അല്ല. എന്താന്ന് വെച്ചാല് ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടല്ലേ ഡാൻസ്. ഇപ്പം ഒരു കൊള്ള സംഗീതത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിലെ കഥാപരമായിട്ട് എങ്ങനെയാണോ അത് ചിത്രീകരിക്കേണ്ട
ചിത്രീകരിക്കുന്നത്, അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അതിനെ ഐറ്റം ഡാൻസ് എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് ഞങ്ങളില്ല. അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത്, എന്ത് കോസ്റ്റ്യൂമാണ് ഇടേണ്ടത്, അതാണ്